പുരാതന കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ ഒരു തുറമുഖമാണ് നെൽക്കിണ്ട. 1-ാം നൂറ്റാണ്ടിലെ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ തുറമുഖം ഇന്നത്തെ തിരുവല്ല നിരണം പ്രദേശത്തുള്ള നാക്കിടയെന്നാണ് ചരിത്രകാരന്മാരുടെ പ്രധാന കണ്ടെത്തൽ. രാജ്യാന്തര വ്യാപാര ചരിത്രത്തിനൊപ്പം നിരണത്തിൻ്റെ അപാരമായ ഹൈന്ദവ ക്രൈസ്തവ പാരമ്പര്യവും സാംസ്കാരിക സമന്വയവും സെമിനാറിൽ പ്രതിപാദ്യ വിഷയമായി. ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ആദ്യകാല അടയാളങ്ങൾ പേറുന്ന തോമാ ശ്ലീഹയുടെ വരവും അദ്ദേഹം ഇവിടെ സ്ഥാപിച്ച ചരിത്രപ്രസിദ്ധമായ നിരണം പള്ളിയും നിരണത്തിൻ്റെ പ്രാചീന ഹൈന്ദവ പാരമ്പര്യം വിളിച്ചോതുന്ന തൃക്കപാലീശ്വരം ക്ഷേത്രവും മതസൗഹാർദ്ദ ചരിത്രം വ്യക്തമാക്കുന്ന മാലിക് ദീനാർ ജുമാ മസ്ജിദും സെമിനാറിൽ ചർച്ച ചെയ്യപ്പെട്ടു. തുഞ്ചത്ത് എഴുത്തച്ഛനു മുൻപേ തനത് മലയാളത്തിൽ കാവ്യരചന നടത്തി ഭാഷയ്ക്ക് ശക്തമായ അടിത്തറയിട്ട നിരണത്ത് രാമപ്പണിക്കർ ഉൾപ്പെടെയുള്ള കണ്ണച്ച കവികളുടെ മഹത്തായ സാഹിത്യ പാരമ്പര്യവും സെമിനാറിൽ ചർച്ചാ വിഷയമായി. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളി വികാരി ഫാദർ ഷിബു തോമസ് അമ്പല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാം ഈപ്പൻ, രാജു പുളിമ്പള്ളി, ജ്യോതിഷ് ബാബു, എൻ രാംദാസ്, ജോൺ വാലയിൽ എന്നിവർ പ്രസംഗിച്ചു. നെൽക്കിണ്ട തുറമുഖം ചരിത്രവും പൈതൃകവും ഗവേഷണവും എന്ന വിഷയത്തിൽ തിരുവല്ല മാർത്തോമാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അലക്സ് മാത്യുവും കണ്ണശ ചരിത്രവും ഉദയ കവീശ്വരന്മാരുടെ അഭയസ്ഥാനവും എന്ന വിഷയത്തിൽ യുവ കവയിത്രി അനഘ ജെ കോലത്ത്, തൃക്കപാലീശ്വരവും നിരണത്തിൻ്റെ ക്ഷേത്ര പൈതൃകവും എന്ന വിഷയത്തിൽ ചരിത്രാന്വേഷകൻ ഹരികൃഷ്ണൻ എസ് പിള്ളയും നിരണം പള്ളിയും മാർത്തോമായും മാർഗവും എന്ന വിഷയത്തിൽ ചരിത്ര ഗവേഷകൻ ഡോക്ടർ കുര്യൻ തോമസും മാലിക് ദിനാർ ജുമാ മസ്ജിദിനെക്കുറിച്ച് അൽ ഇസാൻ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ മൗലവി അലി അൽ ഫൈസിയും ക്ലാസ് നയിച്ചു. ഒരു ദേശത്തിൻ്റെ കഥ തേടിയുള്ള യാത്രയുടെ 2-ാം ഏടാണ് ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. നിരണം നെൽക്കണ്ട നാക്കിട എന്ന ടൈറ്റിലോടുകൂടി നിരണത്തിൻ്റെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെയൊക്കെ ഭൂമിശാസ്ത്രപരമായും സാഹിത്യപരമായും മറ്റ് ഉള്ള ചരിത്രത്തിനെ കുറിച്ചുള്ള വലിയൊരു അന്വേഷണമാണ് ഈ ഒരു 9 മണി മുതൽ 4 മണി വരെ നീണ്ടുന്ന ഒരു വലിയ സെമിനാറിലൂടെ നടന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിൻ്റെ തന്നെ മുസ്ലിംസിനെ പോലെ തന്നെ ലോകം സംസാരിക്കേണ്ട ഒരു പ്രദേശമായി ഈ നിരണത്തിനെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഈ സെമിനാറിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം തന്നെ എഴുത്തച്ഛനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഴുത്തച്ഛനായിട്ട് തന്നെ ആദരിക്കപ്പെടേണ്ട കണ്ണശ കവികളെക്കുറിച്ച് ഉള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ ഏറെ തിങ്ങിയിരുന്ന ഒരു സെമിനാറിൽ പുതിയ തലമുറയ്ക്ക് കൂടുതൽ പൈതൃകങ്ങളോട് അടുപ്പവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ 2-ാം ഏട് അവസാനിക്കുന്നത്.